കോഴിക്കോട്ടെ ക്രൗൺ തിയേറ്ററിലെ ബാലൻ സിനിമയുടെ പ്രദർശനവും. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രവും മലയാളത്തിലെ മൂന്നാമത്തെ ചലച്ചിത്രവുമാണ് ബാലൻ. 1938 ജാനുവരി മുതലാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. ചിത്രത്തിന്റെ സംവിധായകൻ എസ് നെട്ടാണിയാണ്. മുതുകുളം രാഘവൻ പിള്ളയാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. 1938 ജാനുവരി 19 ചിത്രം കോഴിക്കോട്ടെ ക്രൗൺ തിയേറ്ററിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. മലബാറിലെയും കോഴിക്കോട്ടെയും ഏറ്റവും പഴക്കം ചെന്ന തിയേറ്ററുകളിലൊന്നാണ് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്രൗൺ തിയേറ്റർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് യൂറോപ്യന്മാരുടെ പ്രധാന വിനോദ കേന്ദ്രമായിരുന്നു ക്രൗൺ തിയേറ്റർ. ആദ്യകാലങ്ങളിൽ വിദേശ ചലച്ചിത്രങ്ങളായിരുന്നു തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നത്. പിൽക്കാലത്ത് ക്രൗൺ തിയേറ്റർ മറ്റു തിയേറ്ററുകളെ പോലെ കോഴിക്കോട്ടെ പ്രധാന പൊതു ഇടമായി രൂപാന്തരം പ്രാപിച്ചു. കോഴിക്കോടിന്റെയും ക്രൗൺ തിയേറ്ററിന്റെയും ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ബാലൻ എന്ന മലയാള ശബ്ദ ചലച്ചിത്രത്തിന്റെ പ്രദർശനം. 1938 ജാനുവരി 19 ബാലൻ സിനിമയുടെ പ്രദർശനം ക്രൗൺ തിയേറ്ററിൽ ആരംഭിച്ചത്. കോഴിക്കോട്ടെ സബ് ജഡ്ജിയായിരുന്ന TV കൃഷ്ണൻ നായരാണ് ചിത്രത്തിന്റെ പ്രദർശന ഉദ്ഘാടനം നടത്തിയത്. വിപുലമായ ഒരുക്കങ്ങളാണ് ബാലൻ സിനിമയുടെ പ്രദർശനത്തിനായി തിയേറ്ററിൽ ഒരുക്കിയത്. ബാലൻ എന്ന ചലച്ചിത്രത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് 1938 ജാനുവരി 20 മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദേശീയരുടെ അധിവാസ കേന്ദ്രങ്ങൾക്ക് അരികെയുള്ള വിദേശ ചലച്ചിത്രങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചിരുന്ന ക്രൗൺ തിയേറ്ററിൽ ബാലൻ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ പ്രദർശനം ഒരു ചരിത്ര സംഭവമായിരുന്നു.